രക്ഷാകരമായ സകലത്തിലൂടെ ആത്മീയ അഭിവൃദ്ധി നേടുവാൻ ഈ സ്ഥാപനം അവരെ സഹായിക്കട്ടെ. ഇവിടെ ജോലി ചെയ്യുന്നവരെ സേവന തൽപരതയാൽ സ്നേഹ ചൈതന്യത്താൽ നിറയ്ക്കണമേ. നല്ല സമരക്കാരനെ പോലെ നിസ്വാർത്ഥ സേവനം ചെയ്യുവാൻ അവരെ പഠിപ്പിക്കണമേ. ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ ചെയ്തപ്പോൾ എന്തു തന്നെയാണ് ചെയ്തത് എന്നുള്ള മിശിഹായുടെ വാക്കുകൾ ഈ അന്തരീക്ഷത്തിൽ മുടങ്ങി നിൽക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വാഗത ബന്ധസ്സുകൾ അർപ്പിക്കുവാൻ മാർസിമോ മെഡിസിറ്റി പാലയുടെ മാനേജിംഗ് ഡയറക്ടറും പാലാരൂപത വികാരി ജനറലുമായ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് കണ്ണോടിക്കലിനെ ക്ഷണിക്കുന്നു. അഭ്യന്ത്യന്മാരെ, പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട അച്ഛന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയ മാർസിവൻസ്, മാർസിമ മെഡിസിറ്റിയുടെ ചരിത്രത്തിലെ സുപ്രധാന ദിവസങ്ങളിലൊന്നായി ഇന്ന് 2025 സെപ്റ്റംബർ 14 മാറുകയാണ്. മാർസിമ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്ററിന്റെ വെഞ്ചരിപ്പും ഉദ്ഘാടനവും നടന്ന ദിവസം. മാർസിമയുടെ പുകഴ്ചയുടെ തിരുനാളിന്റെ മംഗളങ്ങളും മാർസിമ മെഡിസിറ്റിയുടെ 6ാം വാർഷികത്തിന്റെ ആശംസകളും ഏറ്റവും സ്നേഹത്തോടെ എല്ലാവർക്കും നേരുകയാണ്. 2019 നവംബറില് 20 ഡിപ്പാർട്ട്മെന്റുകളും 21 ഡോക്ടേഴ്സും 200 സ്റ്റാഫുമായി ആരംഭിച്ച മാർസിമ ഇന്ന് 46 ഡിപ്പാർട്ട്മെന്റുകളും 237 ഡോക്ടേഴ്സും 2400 സ്റ്റാഫുമായി വളർന്ന് നിൽക്കുകയാണ്. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ രോഗികളുടെ ആശ്രയ കേന്ദ്രമായി ഇതിനോടകം മാർസിമ മാറിക്കഴിഞ്ഞു. സെന്റർ ഓഫ് എക്സലൻസ് ആയി പല ഡിപ്പാർട്ട്മെന്റുകൾ മാറിയതും കിഡ്നി ട്രാൻസ്പ്ലാന്റ് വളരെ വിജയകരമായ ദൂരത്തോട് അടുക്കുന്നതും കേരളത്തിൽ ഒരു ആശുപത്രിയും കൈവരിച്ചിട്ടില്ലാത്ത OP, IP, ICU, OT എന്നിവിടങ്ങളിലെ EMR ഡിജിറ്റലൈസേഷൻ, പേപ്പർലെസ് ഹോസ്പിറ്റൽ കൺസൾട്ട്, ചുരുങ്ങിയ സമയങ്ങളിൽ നേടിയ LABH നഴ്സിംഗ് എക്സലൻസും 15 ഡിപ്പാർട്ട്മെന്റുകളിലെ DNB, DRNB മെഡിക്കൽ PG കോഴ്സുകളും 10 BSc മെഡിക്കൽ ടെക്നിക്കൽ കോഴ്സുകളും ഇവയൊക്കെ മാർസിമ നേടിയ നേട്ടങ്ങളിലെ ചുരുക്കം ചിലത് മാത്രമാണ്. ടോട്ടൽ ഔട്ട് പേഷ്യന്റിന്റെ 15% ഓങ്കോളജിയിലായതോടെയാണ് സമ്പൂർണ്ണ ക്യാൻസർ ചികിത്സാ കേന്ദ്രം വേണമെന്ന തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിയത്. മെഡിക്കൽ ഓങ്കോളജി, സ്റ്റെം സെൽ, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഉൾപ്പെടെ ഹെമറ്റോ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി, ന്യൂക്ലിയർ മെഡിസിൻ, സർജിക്കൽ ഓങ്കോളജി ഉൾപ്പെടെ 5 ഡിപ്പാർട്ട്മെന്റുകളും 8 സപ്പോർട്ടിംഗ് യൂണിറ്റ്സും 12 ഓങ്കോ സ്പെസിഫിക് ക്ലിനിക്കുകളും അടങ്ങിയ ഒരു സമ്പൂർണ്ണ ക്യാൻസർ സെന്ററാണ് നമ്മുടേത്. ഇന്നത്തെ മീറ്റിംഗിൽ അധ്യക്ഷത വഹിക്കുന്നത് മാർസിമ മെഡിസിറ്റിയുടെ സ്ഥാപന രക്ഷാധികാരിയും പാലാരൂപതാധ്യക്ഷനുമായ പിതാവാണ്. മാർസിമ മെഡിസിറ്റി ഈ 2 കെട്ടിടങ്ങളിലായി തലയുയർത്തി നിൽക്കുമ്പോൾ അതിന്റെ പൂർണ്ണ ക്രെഡിറ്റും പിതാവിനുള്ളതാണ്. പാലാരൂപത കുടുംബത്തെ ഒന്നാകെ ആധ്യാത്മികവും ഭൗതികവുമായ തലങ്ങളിൽ ഉയർച്ചയിലേക്ക് നയിക്കുന്ന തിരക്കിനിടയിലും മാർസിമ മെഡിസിറ്റിയെ ഹൃദയത്തിൽ സൂക്ഷിച്ച് സൂക്ഷ്മമായ നിർദ്ദേശങ്ങളോടെയും വ്യക്തമായ കാഴ്ചപ്പാടുകളോടും നിർവീക്ഷണത്തോടും നിലപാടുകളോടും കൂടി നയിക്കുന്നു എന്നതാണ് മാർസിമ കുടുംബത്തിന്റെ ആശ്വാസവും പ്രതീക്ഷയും സന്തോഷവും. മാർസിമൻസ് ഒരുമിച്ച് കൂടുന്ന തരത്തിലുള്ള ഓഡിറ്റോറിയം, വിപുലമായ പാർക്കിംഗ് ആൻഡ് ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, നമ്മളിപ്പോൾ ആയിരിക്കുന്ന 3ാം നില ഉൾപ്പെടെ മുകളിലേക്കുള്ള നിലകളുടെ പൂർത്തീകരണം, മാർസിമ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ആശയങ്ങൾ പിതാവിനുണ്ട് എന്ന് മാത്രമല്ല പ്രായോഗികമായ എല്ലാ ആശയങ്ങളും അതിന്റെ പൂർണ്ണതയിൽ തെളിമയിൽ
എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് നിശ്ചയദാർഢ്യത്തോടെ പൂർത്തീകരിച്ചിട്ടുമുണ്ട്. പിതാവേ, അങ്ങയുടെ വൃത്തിയാർന്ന നേതൃത്വത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഏറെ ആദരവോടെ, സ്നേഹത്തോടെ, അതിലേറെ സന്തോഷത്തോടെ ഞങ്ങൾ അങ്ങേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപനം സാധാരണക്കാരുടെ വളരെയധികം പ്രയോജനപ്പെടുമെന്നതിന് സംശയമില്ല. ആധുനിക സമൂഹം ആരോഗ്യ രംഗത്ത് ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മേഖല ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. വിദഗ്ധ ശുശ്രൂഷ ലഭ്യമാകുന്ന സാഹചര്യത്തിൽ തീവ്രമായ ചികിത്സാ ചെലവ്, രോഗപ്രതിരോധവുമായി ബന്ധപ്പെട്ട സാങ്കേതികത്തിന്റെ അഭാവം, രോഗനിർണയം, ചികിത്സയുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ലബോറട്ടറി എന്നിങ്ങനെ വിവിധ പ്രശ്നങ്ങളാണ് സാധാരണക്കാർ നേരിടുന്നത്. ഇത്രയും പ്രശ്നങ്ങളെല്ലാം ഒരു പരിധിവരെ പരിഹരിക്കുവാൻ മാനസിക ക്യാൻസർ സെന്ററിന് സാധിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. പ്രഭാഷകൻ പത്താം അധ്യായം 15 തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ആരോഗ്യം സ്വർണ്ണത്തിനേക്കാൾ ശ്രേഷ്ഠമാണ്, ദൈവികമായ ശരീരം അവരുടെ ധനത്തേക്കാണ്. ദൈവനാമം ഈ ആരോഗ്യം ശ്രദ്ധാപൂർവ്വം നിലനിർത്താനും പരിപാലിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവും നിലനിർത്തിക്കൊണ്ട് ഈ ഭൂമിയെ സന്തോഷത്തോടും സംതൃപ്തിയോടുകൂടി ജീവിച്ച് ദൈവത്തെ മുഖത്തുപെടുത്തുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കുകയും അതിനായി മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യേണ്ടതുണ്ട്. രോഗികളെ സുഖപ്പെടുത്തുകയും അധ്വാനിക്കുന്ന മക്കൾക്കും ഭാരവഹിക്കുന്നവർക്കും ആശ്വാസം നൽകുകയും മനുഷ്യനെയും ആത്മാവിനെയും പ്രകാശിപ്പിക്കും. ദൈവരാജ്യം മറ്റെല്ലാവർക്കും സമ്മാനിച്ച് ഈ ശ്രമിച്ചാൽ ദൗത്യമാണ് അവർ പിന്തുടരുന്നത്. വിദ്യാഭ്യാസവും രോഗി ശുശ്രൂഷയും സഭയുടെ മികച്ച പ്രവർത്തനം തന്നെയാണ്. ആദ്യ ശുശ്രൂഷകളിൽ സഭയുടെ സേവനങ്ങൾ അക്ഷരാർത്ഥത്തിൽ നാം ഓരോരുത്തരും പ്രാവർത്തികമാക്കിയാണ്. സമഗ്രമായ ആരോഗ്യ പരിപാലനത്തിന് സംശുദ്ധമായ നേതൃത്വം കൊടുക്കുക എന്ന ശ്രേഷ്ഠ ദൗത്യമാണ് മാനസിക മെഡിസിൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ പരിപാലന സവിശേഷമായി നമുക്കൊന്നതിൻ്റെ വ്യക്തമായ അടയാളമാണ് ഈ ഗ്രാമീണ മേഖലയിൽ ഇത്ര ബൃഹത്തായ ആരോഗ്യ കേന്ദ്രം പഠിച്ചുവരുത്തുവാനും അനേകർക്ക് ആശയം നൽകുവാനും നമുക്ക് സാധിച്ചിട്ടുള്ളത്. നാം ദൈവത്തോട് മുന്നിലുള്ളതായിരിക്കും എല്ലാവരും പരിപാലികളും ആശംസ നേർന്നുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരുടെയും അനുഭവത്തോടെ മാനസിക ക്യാൻസർ റിസർച്ച് സെന്ററിന്റെ ഉദ്ഘാടനം പിന്നീട് നിർവഹിച്ചു കൊടുത്തി ഔപചാരികമായ ഉദ്ഘാടന കർമ്മം പലരുടെ വലിയ പിതാവ് നിർവഹിക്കുകയാണ്. ചടങ്ങിൽ മുഖ്യാതിഥിയായി സംബന്ധിക്കുന്ന കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് തൃശൂർ മെത്രാപ്പോലീത്തയുമായ സിറോ മലബാർ സഭയുടെ കരുത്തുമായ മാർ ആൻഡ്രൂസ് പിതാവിനെ മുഖ്യാതിഥിയായി ഈ ചടങ്ങിനെ സംബോധന ചെയ്ത് സംസാരിക്കുവാൻ ആദരവോടെ ക്ഷണിക്കുന്നു. ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്റർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പാലയുടെ മുക്തായ വലിയ പിതാവിന്റെ പിതാവിനും പാലയെ വളർത്തു വലുതാക്കിയതും കല്ലറങ്ങാൻ പിതാവിനും ആകുകയും പ്രചോദനമായ അഭിവന്യ പിതാവെ, മാർസ്റ്റീവ സിറ്റി മെഡിക്കൽ കോളേജ് മെഡിക്കൽ സിറ്റി എന്നുള്ള ദർശനം മനസ്സിൽ കണ്ട് പാലക്കാരുടെ ചാപ്പുകൾക്കാരുടെ ഈ കോട്ടയം ജില്ലയിലുള്ള എല്ലാവരുടെയും മനസ്സറിഞ്ഞ് വലിയ പ്രതിസന്ധികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ടും ധീരതയോടെ ഇങ്ങനെ ഈ മെഡിസിറ്റിയും ഇപ്പോൾ ക്യാൻസർ കെയർ റിസർച്ച് സെന്ററിന് നേതൃത്വം കൊടുക്കുകയും ആരംഭിക്കുകയും ചെയ്ത അഭിവന്യ കല്ലറങ്ങാൻ പിതാവ്
പുതിയ ശൈലി അനുസരിച്ച് ഈ അടിയുടെ പേരുകൾ പറയാൻ പാടില്ല. പ്രിയപ്പെട്ട മന്ത്രിമാരെ, ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, വൈദികരെ, സമർപ്പിതരെ, സന്യാസിച്ച് പ്രിയ നാട്ടുകാരെ, വളരെ പ്രത്യേകിച്ച് പാലക്കാരെ, ചാപ്പുകാരെ, ഈ ആശുപത്രിയിലെ പ്രിയപ്പെട്ട സ്റ്റാഫിന്, നിങ്ങൾക്ക് എല്ലാവർക്കും തൃശ്ശൂർക്കാരുടെയും ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെയും പേരിൽ എല്ലാവിധ അഭിവാദനങ്ങളും ആശംസകളും. ആറ് വർഷം കൊണ്ട് 2019 വിശുദ്ധ കുരിശിന്റെ മാർസ്ലീവ തിരുനാളിന്റെ ദിവസം ആരംഭം കുറിച്ച മാർസ്ലീവ മെഡിസിറ്റി ഇന്ന് ക്യാൻസർ കെയർ റിസർച്ച് സെന്ററോട് കൂടി 650-650ഓളം ബെഡുള്ള ഒരു വലിയ ആശുപത്രിയായി ഉയർന്നു കാണുമ്പോൾ അതിനെക്കുറിച്ച് കേട്ടറിഞ്ഞപ്പോൾ ഒരു AI ആശുപത്രിയായി മാറിയിരിക്കുന്ന ഏറ്റവും ആധുനികമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയായി കാണുമ്പോൾ ഇതെങ്ങനെ സാധിക്കും എന്ന് മറിയത്തോട് ചേർന്ന് ഞാൻ ചോദിച്ചു പോയി. ഗബ്രിയേൽ പറഞ്ഞ വാക്ക് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. പാലക്കാർക്കൊന്നും അസാധ്യമല്ല. നിങ്ങൾക്ക് ഒന്നുകൂടി എന്റെ വലിയ അനുമോദനങ്ങളും ആശംസകളും ഞാൻ വീണ്ടും തരികയാണ്. കലർങ്ങാട്ട് പിതാവ് എന്തുകൊണ്ട് എന്നെ വിളിച്ചു, പ്രത്യേകിച്ച് ഞാൻ തന്നെ ഇത് ബ്ലസ് ചെയ്യണം എന്ന് നിർബന്ധം പിടിച്ചു എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. ഭാരത കത്തോലിക്ക മെത്രാൻ സഭയുടെ CBCIയുടെ പ്രസിഡന്റാണ്. പക്ഷെ അതിന്റെ പേര് വിളിക്കാൻ സാധ്യതയില്ല. പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ആമുഖമായി നൽകുന്നതിന് പ്രോജക്ട് IT ആൻഡ് ലീഗൽ വിഭാഗം ഡയറക്ടർ റവറൻഡ് ഫാദർ ജോസഫ് കീരത്തിരച്ചനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട കല്ലറങ്ങാട്ട് പിതാവേ, പള്ളിക്കാപ്പറമ്പ് പിതാവേ, പ്രിയമുള്ള മന്ത്രിമാരായ DN വാസവൻ സാറേ, റോഷി അഗസ്റ്റിൻ സാറേ, അഭിമന്യ കൊല്ലപ്പറമ്പിൽ പിതാവേ, പ്രിയമുള്ള MP-മാർ, MLA-മാർ, ജനറാളച്ചന്മാര്, ഏറ്റവും സ്നേഹം നിറഞ്ഞ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയമുള്ള വൈദികരെ, സഹോദരി സഹോദരന്മാരെ, ഏറ്റവും പ്രിയമുള്ള മാർസ്ലീവ കുടുംബാംഗങ്ങളെ, വലിയ സന്തോഷത്തോടും അതിലേറെ ആത്മസംതൃപ്തിയോടും കൂടെയാണ് ഈ നിമിഷം ഇവിടെ നിൽക്കുന്നത്. കാരണം നമ്മുടെ വലിയ സ്വപ്ന പദ്ധതിയായ മാർസ്ലീവ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്റർ ഇന്ന് ഔദ്യോഗികമായിട്ട് വെഞ്ചരിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മളെല്ലാവരെയും ഏറെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. ഞാനിവിടെ ആയിരിക്കുന്നത് നമ്മുടെ ബിൽഡിങ്ങിന്, പ്രത്യേകിച്ച് ക്യാൻസർ ബിൽഡിംഗ് ആകുന്നത് അതുമായി ബന്ധപ്പെട്ട ചില പ്രത്യേകതകളൊന്ന് പറയുവാനും സംസാരിക്കുവാനും. നമ്മൾ 10 നിലകളായിട്ട് ഏകദേശം 3 ലക്ഷത്തിലധികം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബിൽഡിംഗ് ആയിട്ടാണ് ഇത് വിഭാവനം ചെയ്തത്. അതിന്റെ ആദ്യ ഭാഗം 3 നിലകളിൽ 2 ക്യാൻസറിന് വേണ്ടി പൂർണ്ണമായിട്ടും ഡെഡിക്കേറ്റ് ചെയ്ത് നിർമ്മിക്കാമെന്ന് തീരുമാനിച്ചതനുസരിച്ചാണ് 2024 ഏപ്രിൽ മാസം 22-ാം തീയതി സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അടിസ്ഥാന ശില വെഞ്ചരിച്ചു. 2024 ജൂൺ 4-ാം തീയതി അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവ് ആ ശില ഈ സ്ഥലത്ത് ഇട്ട് പ്രാർത്ഥിച്ച് നമ്മൾ പണികൾ ആരംഭിച്ചു. ഇന്ന് 464-ാമത്തെ ദിവസമാണ് ശില സ്ഥാപിച്ച് പണി ആരംഭിച്ചിട്ട് നമ്മൾ ഇന്ന് അത് പൂർത്തിയാക്കി എന്നുള്ളതാണ് ഏറെ സന്തോഷകരം. ഏകദേശം 1 വർഷം മാത്രമാണ് ഇത് പൂർത്തിയാക്കുവാനായിട്ട് എടുത്തത്. മഴയും ഞായറാഴ്ചയിൽ അവധി ദിവസവും ഒഴിവാക്കിയാണ്. ഇതിന്റെ ആകെയുള്ള ഏരിയ 1,03,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഏരിയയിലാണ് ഈ ബിൽഡിംഗ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് കൂടാതെ 11,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു സർവീസ് ബ്ലോക്ക് പൂർണ്ണമായിട്ട് നമുക്കുണ്ട്. ഒരു ആശുപത്രി പുതിയതായിട്ട് തുടങ്ങണമെങ്കിൽ എന്തെല്ലാം വേണമോ അതെല്ലാം ഇതിനോട് ചേർന്ന് നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്.
സുസജ്ജമായ ഒരു സെൻട്രൽ AC വേണ്ട ചില്ലർ പ്ലാന്റ് റൂമുകൾ ഭാവിയിലേക്ക് വേണ്ടത് 2 നമ്മളിപ്പോൾ 500 ടണ്ണിന്റെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനിയും 4 കൂടെ സ്ഥാപിക്കാനുള്ള സൗകര്യമുണ്ട്. സബ്സ്റ്റേഷൻ നമുക്ക് ഇനി ഇവിടെ ബിൽഡിങ്ങുകൾ വരുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും സബ്സ്റ്റേഷനുണ്ട്. മെഡിക്കൽ ഓക്സിജൻ പ്ലാന്റ് ഉണ്ട്, ജനറേറ്ററുകളുണ്ട്, അതുപോലെ പമ്പ് റൂമുകൾ, ഫയർ പമ്പ് റൂമുകൾ, ഇതെല്ലാം ഇതിനോടനുബന്ധിച്ച് ഈ ഒരു ചുരുങ്ങിയ ഒരു വർഷം കൊണ്ട് നമുക്ക് പണിത് തീർക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ ബിൽഡിങ്ങിന്റെ വലിയൊരു മനോഹാരിത എന്ന് പറയുന്നത് ഏതാണ്ട് 84 കോൺട്രാക്ടർമാർ, വെള്ളാപ്പള്ളി കൺസ്ട്രക്ഷൻ ഉൾപ്പെടെയുള്ള 84 കോൺട്രാക്ടർമാര് ഒരുമിച്ച് വർക്ക് ചെയ്തതിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഏതാണ്ട് 95,000-ഓളം മാൻ പവർ ഇതിനു വേണ്ടി നമ്മൾ ഇവിടെ വിനിയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. വളരെ പ്രത്യേകമായിട്ട് ഇതിന്റെ വാൾ തിക്നെസ് ആണ്. നമുക്ക് ഇതിനകത്തുള്ള ഫെസിലിറ്റികൾ 2 റേഡിയേഷൻ ബങ്കറുകളുണ്ട്. ഏതാണ്ട് 8 അടി കനത്തിലുള്ള കോൺക്രീറ്റിംഗ് ആണ്. അതിന്റെ 6 വശങ്ങളിലും 8 അടി കനമുള്ള കോൺക്രീറ്റിംഗ് ഉള്ള 2 ബങ്കറുകൾ. അതിലൊന്നിൽ ഇപ്പോൾ മെഷീൻ ഉണ്ട്, ഒന്ന് നമ്മൾ ഭാവിയിലേക്ക് വേണ്ടി മാറ്റിയിരിക്കുന്നു. ഒപ്പം നമ്മൾ ന്യൂക്ലിയർ മെഡിസിന് വേണ്ടി ആ പ്രദേശത്തുള്ള എല്ലാ മുറികളും ഏകദേശം 5200 സ്ക്വയർ ഫീറ്റ് മുഴുവൻ ഭിത്തികളും കോൺക്രീറ്റ് ഭിത്തികളാണ് അതിനുവേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നത്. റേഡിയേഷൻ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ബെഡ്ഷീറ്റിന് വേണ്ടിയിട്ട് 2 ബങ്കറുകൾ നമ്മൾ പണിതിട്ടുണ്ട്. അതിലൊന്നിലാണ് നമ്മളിപ്പോൾ മെഷീൻ വെച്ചിരിക്കുന്നത്. അതോടൊപ്പം ഗാമ ക്യാമറ എന്ന് പറയുന്ന ഒരു മെഷീൻ വെക്കാനുള്ള റൂമുകളുണ്ട്. നമ്മൾ ന്യൂമാറ്റിക് ട്യൂബ് സിസ്റ്റവും BMS സിസ്റ്റവും എല്ലാം ഉൾപ്പെടെ നമ്മൾ ഈ 2 ഹോസ്പിറ്റലുകളിൽ മാർസ്ലിവ മെഡിസിറ്റിയെയും ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് മനോഹരമായ ഒരു പാലവും 100 അടി നീളവും 12 അടി വീതിയുമുള്ള ഒരു പാലവും നമ്മൾ ഇതിനോടനുബന്ധിച്ച് പണിത് വെച്ചിട്ടുണ്ട്. സാധിച്ചിട്ടുണ്ട്. പിതാവിനെ അധ്യക്ഷ പ്രസംഗത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട വലിയപിതാവേ, പള്ളംപറമ്പ് പിതാവേ, പ്രിയപ്പെട്ട മന്ത്രിമാരെ, മെമ്പർമാരെ, MPമാരെ, പ്രിയങ്കരനായ MD മനുഷ്യർ കണിയോടിക്കൽ, പ്രൊഫസർ ജലൂസ്, മറ്റ് പുരോഗതിമാരെ, പരീക്ഷയുടെ ശുശ്രൂഷകരായിട്ടുള്ള വൈദികരെ, വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയങ്കരായ കൂട്ടുകാരെ, ഒരുപാട് പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടു, നിങ്ങളുടെ മടുത്തു. പെട്ടെന്ന് പോകാൻ ഒരു പ്രശ്നമുണ്ട്. ഏതെങ്കിലും കാരണത്താൽ പോകേണ്ട അത്യാവശ്യം വന്നാൽ ഭക്ഷണം കഴിച്ചിട്ട് പോകാവുള്ളൂ എന്ന് ഞാൻ മുൻകൂട്ടി അറിയിക്കുകയാണ്. യൂണിവേഴ്സിറ്റിയുടെ വാർഷിക ദിവസമായിരുന്നു. നമ്മുടെ പരിശുദ്ധ ബാന അർപ്പിച്ചു. 1,000 പേര് ബാനയിൽ പങ്കെടുത്തു. വലിയപിതാവും ആരംഭം മുതൽ എല്ലാ കാര്യത്തിലും ഈ മീറ്റിങ്ങിലും പരിശുദ്ധ ബാനയിലും നെഞ്ചിരിക്കലുമെല്ലാം വന്ന് പങ്കെടുക്കുന്നത് ഏറ്റവും സന്തോഷമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ആൻഡ്രൂസ് കാരപ്പിതാവ് അദ്ദേഹം വലിയ തിരക്കുകളുടെ ആളാണ്. എങ്കിലും നമ്മളുടെ ജോലിയോടുള്ള സ്നേഹം നിമിത്തം അദ്ദേഹം നമ്മളുടെ മിഷൻ മീറ്റിനും പ്ലാറ്റിനം ജൂബിലിക്കും ഇക്കാര്യം പറഞ്ഞപ്പോഴും സ്നേഹത്തോടെ അദ്ദേഹം വരികയും നല്ല സന്ദേശം നൽകുകയും ചെയ്തു. നമ്മുടെ ഈ സ്ഥാപനത്തെക്കുറിച്ചും ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പണിയോടിക്കലച്ഛനും ജനഞ്ചറിയച്ഛനും ഇപ്പോൾ ഡോക്ടർ റോണിയും ഈ കെട്ടിടവും ഇതിലെ എക്യുപ്മെന്റ്സും ചികിത്സാ രീതികളുമെല്ലാം പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്തി. ഞാൻ അതിലേക്ക് ഒന്നും കിടക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ അവരുടെ കാര്യങ്ങളൊന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചുള്ള ഞാൻ മനസ്സിലാക്കുന്നത് ക്യാൻസർ എന്ന വാക്ക് മെഡിക്കൽ സയൻസിലെ മറ്റെല്ലാ വാക്കുകൾ പോലെ ഗ്രീക്ക് ഭാഷയിൽ വന്നതാണ്. കർക്കീനോസ് എന്നാണ് വാക്ക്. നമുക്ക് ഏറ്റവും പരിചയമുള്ള വാക്കാണ്. അതിൻ്റെ അർത്ഥം ഞണ്ട് എന്നാണ്. ക്രാബ് നമ്മുടെ തോടുകളിലും കിണറുകളിലും കണ്ടങ്ങളിലുമൊക്കെ നമ്മൾ കാണുന്ന
ഒരു ജീവിയാണ് കർക്കിനോസ് ക്രാബ്. ആ പേര് എടുക്കാനുള്ള കാരണം ഒരുപക്ഷെ ഈ രോഗം പടരുന്നതിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം. സം ട്യൂമേഴ്സ് labeled and presented like many legged crabs. പല കാലുകളാണല്ലോ ഞണ്ടിൻ്റെ പ്രത്യേകത. ആ ഒരു പ്രാക്ടിക്കൽ നോളജിൽ നിന്നാണ് ഒരുപക്ഷെ അന്നത്തെ ദാർശനികന്മാർ ഈ പേര് കൊടുത്തത്. ഇത് ആ പേരിൻ്റെ പ്രത്യേകതകൾ പോലെ തന്നെ എനിക്കൊന്ന് പറയാനുള്ളത് ആ ഞണ്ടിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് തന്നെയാണ്. ഞണ്ട് അഗ്രസീവാണ്, ഭയങ്കരമായിട്ട് ആക്രമിക്കും, അറുത്തുകളെയും നമ്മുടെ കൈകൊണ്ടൊക്കെ എടുത്താൽ നിസ്സാര ജീവിയായിട്ട് നമ്മൾ എടുക്കരുത്. അതുപോലെ തന്നെ വളരെ ഒബ്സ്റ്റിനേറ്റാണ്, ഒരു തരത്തിലും അത് തോറ്റുകൊടുക്കാനായിട്ട് സമ്മതിക്കുകയില്ല. അതുപോലെ അൺപ്രഡിക്റ്റബിളാണ്, മുമ്പോട്ടും പുറകോട്ടും ഇടത്തോട്ടും വലത്തോട്ടും എല്ലാം അത് മാറും, തിരിയും, ഓടും, നടക്കും. ഈ വക പ്രത്യേകതകളുണ്ടാകാം ഈ പേര് ഇതിൻ്റെ ആരംഭകരായിട്ടുള്ള ചിന്തകര് കൊടുത്തത് എന്ന് ഞാൻ കരുതുകയാണ്. In a fight against cancer, the doctors ought to be judiciously aggressive and the patient stubbornly optimistic. അതാണ് അതിനകത്തെ കർത്തവ്യം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇവിടുത്തെ നമുക്ക് നിലവിലുള്ള ആശുപത്രി, അതിൻ്റെ പ്രത്യേകതകൾ 248 ബെഡ്, ഇപ്പോൾ ഇവിടെ നമ്മൾ വാങ്ങിച്ച എക്വിപ്മെൻറ്റ്സ് അത് സ്വീഡനിൽ നിന്നും UK നിന്നും ജർമ്മനിയിൽ നിന്നും ഒക്കെയാണ്. ഏറ്റവും നല്ല ക്വാളിറ്റി ഇവിടെ കിരേന്ദ്രേശ്വരും ഡോക്ടറും ഒക്കെ പറഞ്ഞതുപോലെ തന്നെയാണ്. നമ്മളുടെ ആശുപത്രിയുടെ മോട്ടോ there are incurable illness but no illness that cannot be cared for. പരിഹരിക്കാൻ പറ്റാത്ത രോഗമുണ്ടെങ്കിലും ശുശ്രൂഷയ്ക്ക് വിധേയമാക്കപ്പെടാൻ സാധ്യമല്ലാത്ത ഒരു രോഗവുമില്ല. അതാണ് നമ്മുടെ അടിസ്ഥാനപരമായ തത്വം. ആ തത്വത്തിൽ നിന്നാണ് നമ്മൾ ഇതുപോലുള്ള കൂടുതൽ കെയർ ആവശ്യമുള്ള പാലിയേറ്റീവ് കെയറിനേക്കാൾ മികവുറ്റ സെന്റർ സ്ഥാപിച്ചത്. പാലിയേറ്റീവ് കെയർ മീൻസ് അക്കമ്പനിങ്, നോട്ട് അബാൻഡനിങ്. ഇവിടെയുള്ള സിസ്റ്റേഴ്സും ഡോക്ടേഴ്സും എല്ലാം ഇത്തരം കാര്യങ്ങൾ നടത്തുന്നവരാണ്. നമ്മൾ ഒരു രോഗിയെ എങ്ങനെ അക്കമ്പനി ചെയ്യുന്നു എന്നതിലാണ് കാര്യം. വിശുദ്ധ പൗലോസ് റോമ 13:8 പരസ്പരം സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആരോടും മറ്റു കടപ്പാട് ഒന്നും ഉണ്ടാകരുത്. അയൽക്കാരനെ സ്നേഹിക്കുന്നതിൽ നിയമം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് വേറെ ഒരു ലക്ഷ്യവുമില്ല. ഇവിടെ ആഘോഷിക പറഞ്ഞതുപോലെ നമ്മൾ ഇതിനകത്തുനിന്ന് ₹1 പോലും ലാഭം ഉണ്ടാക്കാനോ ആ രൂപ എടുത്ത് മറ്റെന്തെങ്കിലും കാര്യം ചെയ്യാനോ ഉദ്ദേശിക്കുന്നില്ല. ₹1 പോലും നമ്മളിവിടെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഇൻകം ജനറേറ്റിംഗ് ആയിട്ട് നമ്മൾ എടുക്കുന്നില്ല. അതേസമയം രൂപത സാധ്യമായ വിധത്തിലെല്ലാം അതിൻ്റെ റിസോഴ്സസ് ഉപയോഗിക്കുന്നുണ്ട് എന്ന കാര്യവും നിങ്ങൾക്കറിയാം. മാർസ്ലിവായിലൂടെ വെളിപ്പെടുന്ന ദൈവദർശനവും പ്രപഞ്ച ദർശനവും മനുഷ്യദർശനവും ഒരു ജ്വാലയായി എന്നും നിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അവസാനമായി തൊട്ടടുത്ത് തീർക്കുകയാണ്. നമ്മളുടെ വലിയ സ്ഥാപനങ്ങൾ നമ്മുടെ വലിയ പിതാക്കന്മാർക്ക് സമർപ്പിക്കാറുണ്ട്. ഉദാഹരണമായിട്ട് മൂലമറ്റം ഹോസ്പിറ്റല് ബിഷപ്പ് വൈലിൻ ഹോസ്പിറ്റൽ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ആശുപത്രി ഞങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി നമ്മളുടെ ഇപ്പോഴത്തെ വലിയ പിതാവിന് സമർപ്പിക്കുകയാണ്. പിതാവ് 50 വർഷങ്ങൾ മെത്രാനായിട്ട് ശുശ്രൂഷ ചെയ്ത ആളാണ്. ഇന്നു മുതൽ ഈ സ്ഥാപനം അറിയപ്പെടുന്നത് ബിഷപ്പ് പള്ളിക്കാപ്പറമ്പിൽ എപ്പിസ്കോപ്പൽ ഗോൾഡൻ ജൂബിലി മെമ്മോറിയൽ ക്യാൻസർ റിസർച്ച് സെന്റർ എന്ന പേരിലായിരിക്കും. അത് നമുക്ക് എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ കയറി വരുമ്പോൾ ക്യാൻസർ സെന്റർ എഴുതിയ രീതിയിൽ ഇതിൻ്റെ കലാകാരന്മാർ അതിൻ്റെ പുറത്തും ഇതിൻ്റെ ഇവിടെയും എഴുതി സ്ഥാപിക്കണമെന്നുകൂടെ എന്നോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കലാപരമായിട്ട് തന്നെ ചെയ്യണം, വൃത്തിയായിട്ട് ചെയ്യണം. ലോകാവസാനം വരെ നിൽക്കേണ്ട ഒരു പേരും ഒരു കെട്ടിടവുമാണ്. അതുകൊണ്ട് നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി MD അച്ഛനോടും ഇവിടെയുള്ള എല്ലാ അച്ഛന്മാരോടും ഈരാങ്കര അച്ഛനോടും
മാറ്റിയോടും മറ്റ് മോഹൻ സാറിനോടും എല്ലാം ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് എല്ലാവരെയും മാർ ശ്രീവായിക്കും പരിശുദ്ധ അൽഫോൻസാമ്മയ്ക്കും സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആദ്യം മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നതിനായി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട തുറമുഖ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി ഏതൊരു വിഷയവും ഭംഗിയായി അവതരിപ്പിക്കുന്ന വ്യക്തിത്വമായ ശ്രീ വി എൻ വാസവൻ അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഉദ്ഘാടന ദിവസം പഠിക്കാറുള്ള ഈ മഹാസമ്മേളനത്തെ അധ്യക്ഷം വഹിക്കുന്ന അഭിവന്ദനായ അഭിവന്ദനായ പിതാവ് ബഹുമാനായ മന്ത്രി ബഹുമാനപ്പെട്ട പേരിലുള്ള ബഹുമാനായ ആദരണീയ വ്യക്തികളെ ബഹുമാനായ സിസ്റ്റേഴ്സ് ഡോക്ടർമാർ സഹോദരി സഹോദരനായി മാധ്യമ അത്യന്തം അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിനാണ് നമ്മളെല്ലാം സാക്ഷ്യമായി. ആതുര ശുശ്രൂഷ രംഗത്ത് ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി ഏറ്റവും വലിയ രീതിയിലുള്ള ചിലവേറിയ നമുക്ക് തോന്നാമെങ്കിലും പക്ഷേ ഏറ്റവും പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ സ്വായത്തമാക്കിയ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ക്യാൻസർ കേരള റിസർച്ച് സെന്റർ ആരംഭിക്കുന്നത് എന്ന് അതിന്റെ പ്രോജക്റ്റുകൾ സ്വീകരിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് 22 വർഷമായി. അതുപോലെ തന്നെ ഞാൻ ചോദിക്കട്ടെ, ഒരു കാർഡിയോളജി പേഷ്യന്റ് മനസ്സിൽ അറ്റാക്ക് വന്ന ആദ്യത്തെ 5 മിനിറ്റുകളിൽ അയാൾക്ക് CPR കിട്ടിയെങ്കിൽ ആ പേഷ്യന്റ് പോകാം. അപ്പോ ഏതാണ് രോഗം ഭയാനകം? കാർഡിയോളജിയേക്കാൾ ഭയാനകമല്ല ക്യാൻസർ. എല്ലായ്പ്പോഴും നമ്മൾ തിരിച്ചറിയണം. ക്യാൻസറിനെ സംബന്ധിച്ചുള്ളപ്പോ ബ്രസ്റ്റിനാണ് ക്യാൻസർ വരുന്നതെങ്കിൽ മാമോഗ്രാം ചെയ്ത് കണ്ടെത്തി അപ്പോൾ റിമൂവ് ആ പേഷ്യന്റ് ദീർഘകാലം ജീവിച്ചിരിക്കും. ഒരു ബോൺ ക്യാൻസർ വന്നോ ആ ബോൺ റിമൂവ് ചെയ്യും. അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിക് ക്യാൻസർ വന്നോ 10-20 വർഷമായ ആളുകൾ ജീവിച്ചിട്ട് യാതൊരു പ്രശ്നമില്ലാതെ എത്രയോ കേസുകൾ ചൂണ്ടിക്കാണിക്കാൻ അതിന്റെ സ്റ്റേജായി എടുക്കുമ്പോൾ ഇനിഷ്യൽ സ്റ്റേജാണ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നതെങ്കിൽ നല്ല രൂപത്തിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാം. അതിന് പ്രതിരോധമുണ്ട്. അതുകൊണ്ട് അഭിനന്ദനായ പിതാവ് സൂചിപ്പിച്ചപ്പോൾ ഞണ്ടിന്റെ രൂപത്തിൽ വളരെ മനോഹരമായി ക്യാൻസർ അണുക്കളെയൂടെ അവതരിപ്പിക്കുന്നത് ആക്രമണകാരികളാണ്. പക്ഷേ ആ ആക്രമണകാരികളെ പ്രതിരോധിക്കാനും പ്രത്യാക്രമണം നടത്താനും കഴിയുന്ന ആധുനിക വൈദ്യശാസ്ത്രം വളർന്നിരിക്കുന്നു എന്നതാണ് ഈ കാലഘട്ടത്തിൽ ക്യാൻസറിനെ ഇത്രയേറെ ഭയപ്പെടണമെന്നില്ല എന്ന് ഞാൻ പറയും. അതുകൊണ്ട് ആദ്യം ഒരു അവബോധം വേണം. ക്യാൻസറിന് കേൾക്കുമ്പോഴേ അതിന് ഭയപ്പെടരുത്. കൃത്യമായി തന്നെ ഏത് തരത്തിലുള്ള ക്യാൻസർ എന്ന് മനസ്സിലാക്കി അതിനുള്ള പ്രതിവിധി കണ്ടെത്താൻ ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ള മിഷൻ പലരും സൂചിപ്പിച്ചു. പണ്ട് കോവാക്ട് യൂണിറ്റ് റേഡിയേഷൻ കൊടുക്കായിരുന്നു, നമുക്ക് റേഡിയേഷൻ കൊടുക്കുന്നതല്ല. ഇതിന് ലീനിയർ ആക്സിഡന്റുണ്ട്. കൃത്യമായുള്ള സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യും. അതിനും പുതിയ നിബന്ധന സാങ്കേതിക വിദ്യ ഇപ്പൊ ന്യൂക്ലിയർ മെഡിസിൻ പ്രയോഗിക്കുന്നു. പെസ്കാൻ വരുന്നു. ആ പെസ്കാൻ ഉണ്ടെങ്കിൽ എത്ര ചെറിയ അണുവിനെ പോലും കണ്ടെത്താൻ കഴിയുന്നതിലേക്ക് ന്യൂക്ലിയർ മെഡിസിൻ പ്രയോഗിച്ചു കഴിഞ്ഞാൽ എടുക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ വന്നുവെന്ന് കേട്ടപ്പോൾ ഏറെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ആ വാർത്ത കേട്ടത്. എത്ര വലിയ ജീവിതത്തിലേക്ക് നമ്മുടെ ആശുപത്രികൾ കൊണ്ടുവന്നിരിക്കും. ഞാൻ ഒരു അനുഭവം കൂടി നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഞാൻ മനസ്സിലോർത്തത് അന്നാല് രോഗിക്ക് ആ രോഗം നമ്മുടെ ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ആലോചിച്ചുള്ള രോഗം കൂടി ഞാൻ പറയാം. നിങ്ങൾക്ക് എല്ലാവരും അറിയാം. ഒരുപക്ഷെ എല്ലാവർക്കും പൊതുവിൽ പറഞ്ഞ ഇതിന്റെ കൂടി ഞാൻ പറയാം. എലിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന മിസ്റ്റർ മദൻമോഹൻ കരട, അദ്ദേഹത്തിന് ആദ്യം ജോലിച്ചു. അദ്ദേഹം ഒരു ഹോസ്പിറ്റലിൽ പോയി. ആ ഡോക്ടർമാർ പരിശോധിച്ചിരുന്നു. ഹീമോഗ്ലോബിൻ കുറയും. സ്വാഭാവികമായി മൈക്രോപ്രൊസസ്സും റെഡ്പ്രൊസസ്സും കുറഞ്ഞു കഴിഞ്ഞാൽ സംശയിച്ച് ലുക്കുകയാണ്. അദ്ദേഹത്തിന് 8.5 ആയി കുറഞ്ഞു. അപ്പോൾ ആദ്യം നോക്കിയ ഡോക്ടർമാർ പറഞ്ഞു ലുക്കുകയാണ്. സംശയം തോന്നി മറ്റൊരു ഹോസ്പിറ്റലിൽ പോയി. അവർ പറഞ്ഞു ലുക്കുകയാണ്. അങ്ങനെ മാറി 8 ഡോക്ടർമാരെ കണ്ടപ്പോൾ അസിസ്റ്റന്റുമാരും സർജന്മാരും എല്ലാം ചേർത്ത് പറഞ്ഞു ലുക്കുകയാണ്. 9ാമതൊരു ഡോക്ടറെ ഞാൻ പോയി കാണിക്കുന്നു. 9ാമത്തെ ഡോക്ടർ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ആർവിജയമാണ്. അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ലുക്കേമിയ അല്ല, ബ്ലഡ് ക്യാൻസർ അല്ല, മറിച്ച്
അദ്ദേഹത്തിന്റെ ബ്ലഡിൽ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു ബ്ലഡ് നശിപ്പിക്കുന്ന ആന്റിബോഡി അത് സ്പ്ലിൻ അല്ലാതെ ഇത് കാണുന്നു. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ഹീമോഗ്ലോബിൻ കുറവ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് ട്രീറ്റ് ചെയ്യുന്നത് ഞങ്ങളല്ല, ട്രീറ്റ് ചെയ്യുന്നത് ഹെമറ്റോളജിക്കാരാണ്. അന്ന് ഹെമറ്റോളജിക്ക് ഈ ജില്ലയിൽ നിന്നും നമുക്ക് യൂണിറ്റ് ഇല്ല. അവസാനം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഡോക്ടർ സജീവമാണ്. ഞാൻ അദ്ദേഹത്തെ കൊണ്ടുപോയി കാണിച്ചു. അദ്ദേഹം ആദ്യം നോക്കിയിട്ട് എന്നോട് പറഞ്ഞു ഇത് ലുക്കേമിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ആവി രോഗം വ്യത്യസ്തരായ അഭിപ്രായം പറഞ്ഞല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞാൽ ഗവൺമെന്റ് റിപ്പീറ്റ് ചെയ്യും. ഉടനെ ഗവൺമെന്റ് റിപ്പീറ്റ് ചെയ്ത് കോയമ്പത്തൂർ സൈഡ് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ആവി സൈറ്റ് ശരിയാണ്, എനിക്ക് പ്രശ്നമില്ല, അദ്ദേഹം ലുക്കേമിയാണ്. അപ്പൊ അദ്ദേഹം വൈശ്വർ ടാബ്ലറ്റ് കുറിച്ചു. ഞാൻ ആ പേഷ്യന്റിനോട് നേരെ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ഡോക്ടർ മാമൻ ഷാജി, അദ്ദേഹം ഈ ഹെമറ്റോളജിയുടെ ഉസ്താദാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് അറിയപ്പെടുന്ന ഏറ്റവും പ്രശസ്തനായ ഹെമറ്റോളജിസ്റ്റ് ഞാൻ പറയും ഡോക്ടർ മാമൻ ഷാജിയാണ്. അദ്ദേഹം വെല്ലൂരിൽ പോയി ഇപ്പോൾ ടാറ്റ മെഡിക്കൽ സ്റ്റുഡന്റ് കൽക്കട്ടയിലെ ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ ഞാൻ കൂടിയപ്പോൾ അദ്ദേഹം നോക്കിയിട്ട് വിവിധ തരത്തിലുള്ള ടെസ്റ്റുകൾ നോക്കിച്ചിട്ടുണ്ട് പറഞ്ഞു ഡോക്ടർ ആദി ഇദ്ദേഹം ലുക്കേമിയാണ്. ഇദ്ദേഹത്തിന്റെ പ്യൂരിഫൈ ബ്ലഡ് നശിപ്പിക്കുന്ന ആന്റിബോഡി ഇദ്ദേഹത്തിന്റെ ബ്ലഡിലുണ്ട്. സ്പ്ലിൻ എല്ലാത്തിലാണ് കാണുന്നത്. ഒരു ദശാബ്ദക്കാലം കൂടി ഒരു കുഴപ്പമുള്ളതിന് ശേഷം പിന്നെ ആ സ്പ്ലിനെ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റിയാൽ തൽക്കാലം ഒരു പ്രിവെൻഷൻ കുറയുന്നതോടു വീണ്ടും ദീർഘകാലം ജീവിച്ചിരിക്കും. ഇവിടുന്ന് 6 മാസത്തെ ജീവിച്ചിരിക്കുള്ളത് ഡോക്ടർമാർ പറഞ്ഞ കേസാണ്. അദ്ദേഹം പിന്നീട് 12 വർഷം കൂടി ജീവിച്ചതിന് ശേഷം പിന്നെ അദ്ദേഹം മരിക്കുന്ന ന്യൂമോണിയ കൊണ്ടാണ് ഈ രോഗമല്ല. ഞാൻ ഇത് അനുഭവത്തിൽ സൂചിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല, ഡയഗ്നോസ് ചെയ്യുന്ന ഒരു വൈദ്യുതിയുണ്ട്. അപ്പോൾ 8 ഡോക്ടർമാർ ഇങ്ങനെ പറഞ്ഞൊരു അഭിപ്രായം 9 വ്യത്യസ്ത അഭിപ്രായമാണത്. ഏറ്റവും അവസാനം ഘട്ടത്തിൽ പ്രതിവിധി നിർണ്ണയിക്കുകയും ചെയ്തപ്പോൾ ഏറ്റവും നൂതനമായ സാങ്കേതിക പ്രയോജനപ്പെടുത്തിയപ്പോഴാണ് ഇത് കൃത്യമായി നമുക്ക് അടയാളപ്പെടുത്താൻ കഴിഞ്ഞത്. ഞാൻ ഇങ്ങനെ ആലോചിച്ചത് അദ്ദേഹത്തിന് ഈ രോഗമൊന്നും ഇന്നങ്ങാനുമായിരുന്നെങ്കിൽ എനിക്ക് വിട്ടൂരിക്ക് പോകാതെ ഈ മാനസിക ആശുപത്രിക്ക് കൊണ്ട് അദ്ദേഹത്തെ ഭേദപ്പെടുത്താൻ കഴിയുന്ന ആധുനിക വൈദ്യശാസ്ത്രങ്ങൾ വളർന്ന് വികസിച്ച് നടപ്പാക്കി എന്നുള്ള ആ കാലമാണ് ഞാൻ ഇതിലേക്ക് ഓർമ്മിച്ചത്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കട്ടെ, കൃത്യമായി നമുക്ക് എല്ലാവരോടും വിശദീകരിക്കേണ്ടത് ക്യാൻസർ ഒരു മാരകമായ രോഗമെന്നതിൽ മുൻവിധിയോടുകൂടി കാണരുത്. ചികിത്സിക്കാൻ ഭേദമാക്കാവുന്നത് ഒരുപക്ഷെ സ്പ്രെഡ് ചെയ്ത് അതിന്റെ സ്റ്റേജ് ബൈ സ്റ്റേജായി അവസാന ഘട്ടത്തിലേക്ക് കുറിച്ച് നമുക്ക് കഴിയില്ല. നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നതാണ്. ആ നിലയിൽ ഇതിനെപ്പോലുള്ള സമാരംഭിക്കുന്ന ഈ ക്യാൻസർ കെയർ സെന്റർ നിശ്ചയമായും ഭാവി റിസർച്ചോടെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഗവേഷണം നടക്കും. ഒരു മെഡിക്കൽ കോളേജിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് 1 ടീച്ചിങ്, 2 ട്രീറ്റ്മെന്റ്, 3 റിസർച്ച്. ആ രൂപത്തിലേക്ക് വരാനുള്ള താല്പര്യമാണ് ക്യാൻസർ കെയർ സെന്റർ ആൻഡ് റിസർച്ച് സെന്റർ എന്ന് തിരിച്ചറിയുന്നു. ആ നിലയിൽ നിശ്ചയമായി ചുരുങ്ങിയ കാലം കൊണ്ട് 2019 ആർക്കുകൂടിയൊക്കെ ഇന്ത്യയിലെ തന്നെ മെച്ചപ്പെട്ട ക്യാൻസർ കെയർ സെന്റർ സമാരംഭിക്കാൻ കഴിയുമോ എന്ന് പറയുമ്പോൾ ഇതിന്റെ വിജയകരമായ ഒരു ചരിത്രയാത്രയുടെ നമുക്ക് ചുരുങ്ങിയ കാലഘട്ടത്തിന്റെ അനുഭവ സമ്പത്ത് മുന്നിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ആ നിലയിൽ ഇതിലൂടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ക്യാൻസർ കെയർ സെന്റർ റിസർച്ച് സെന്റർ നാളുകളിൽ ഈ നാടിന്റെ ആരോഗ്യ പരിപാടി രംഗത്ത് ഏറ്റവും നല്ല സംഭാവന മുന്നോട്ട് വരുന്ന ആദ്യമായി അഭിമുഖനായ സൂചിപ്പിച്ചുള്ള ഭാവിയിൽ ഇതൊരു മെഡിക്കൽ കോളേജായി വളർന്ന് വികസിച്ച് മുന്നോട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. കേരള മന്ത്രിസഭയിലെ യുവത്വത്തിന്റെ പ്രതീകം എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ അവരുടെ മുഖ്യ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ പിതാവ് ശ്യാമള എംപിമാര്, പ്രിയപ്പെട്ട എംഎൽഎമാര്, എറണാകുളത്തുള്ള വലിയുള്ള ശിക്ഷ വ്യക്തികൾ, വലിയ സിസ്റ്റേഴ്സ്, ഡോക്ടേഴ്സ്, ഈ കുടുംബത്തിലെ അംഗങ്ങളെ പ്രിയപ്പെട്ടത് വാസ്തവ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്റർ എന്നതിൻ്റെ ഇനാഗ്രേഷൻ നടക്കുമ്പോൾ ഈ നാടിനും സമൂഹത്തിനും വൈദ്യശാസ്ത്രത്തിനും വളരെ സന്തോഷദായകമായ ഒരു ദിവസമാണ്. വളരെ പെട്ടെന്ന് ഒരു സ്ഥാപനം ഈ നിലയിൽ ഉയർന്നു വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സവിശേഷത. ആശുപത്രി ആരംഭിക്കുന്ന സമയമെടുത്ത് നോക്കുമ്പോൾ
വളരെ പെട്ടെന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ചികിത്സ കൊടുക്കാൻ കഴിയുന്ന ഒരു ഹോസ്പിറ്റലിനോടനുബന്ധമായി ക്യാൻസർ ചികിത്സാ രംഗത്ത് അത്യാധുനിക സജ്ജീകരണത്തോടുകൂടിയുള്ള ഒരു സ്ഥാപനം അത് വളർത്തിയെടുത്ത് അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാനായിട്ട് കഴിയും എന്നുള്ളതിൽ നമുക്കറിയാൻ ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ എന്താണ് അത് ഒരു അടയാളപ്പെടുത്തലായി സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ തലകാലിക്കാവിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു അടയാളപ്പെടുത്തലാണ് ഈ മാനസിക മെഡിസിനെയും അതോടൊപ്പം ഈ മാനസിക ക്യാൻസർ കെയർ റിസർച്ച് സെന്റർ തീർച്ചയായും കുഞ്ഞിശിയായുടെ കഴിവുകളിൽ ചേർന്ന് ഈ ആശുപത്രിയും അതുകൊണ്ട് തന്നെ ഏറ്റവും അനുഗ്രഹപ്രദമായിട്ടുള്ള ഒന്നാണ് നമ്മൾ സംശയിക്കുക. വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയും ഇതിനകത്ത് പ്രാർത്ഥനയുടെ ഒരു ചൈതന്യമുണ്ട്. രോഗികൾ എപ്പോഴും ആകുലരായി ചെയ്യുമ്പോൾ അവരെ സഹായിക്കാൻ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനാ ചൈതന്യം അവർ കൂട്ടായിരിക്കും. ഞാൻ പലപ്പോഴും ഇവിടെ ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്ന വ്യക്തിയായിരുന്നു. എനിക്ക് ഇരുന്ന് ധാരാളം പേഷ്യൻസ് വരുന്നുണ്ട്. ഒരാഴ്ച ഒന്നെങ്കിലും ഇവിടെ കടന്നു പോകാറുണ്ട്. അതോടൊപ്പം തന്നെ നിത്യസന്ദർശകനായി പള്ളിയിൽ ഈശോയെ ഞാൻ വണങ്ങി പോകുമ്പോൾ ധാരാളം ആൾക്കാർ ഈ ആശുപത്രി കിടക്കുന്ന പേഷ്യൻസിൻ്റെ ബൈസ്റ്റാൻഡേഴ്സ് ഈശോയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കേണ്ടതാണ് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ജാതി മതം അപകടം വ്യത്യാസമില്ലാതെയുള്ള ഒരു ബ്ലെസ്സിങ് ഒരു അനുഗ്രഹം അത് ഈ സ്ഥാപനത്തോട് ചേർത്ത് നിൽക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ വളർച്ചയുടെ പ്രധാന ഘടകമാണ്. ഞാൻ എൻ്റെ വാർത്തകൾ വിശദീകരിക്കട്ടെ. തീർച്ചയായിട്ടും ബഫർ മിനിസ്റ്റർ സ്വീകരിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് ഓരോന്നോരോന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെട്ടു വരുമ്പോൾ അത് സ്വീകരിക്കുകയും അതിൻ്റെ ഭാഗമായി അതിൻ്റെ കാര്യങ്ങൾ അവയർനെസ് കൊടുക്കാൻ കഴിയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായി വളർന്നു വരികയും ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ ആശ്വാസദായകമായ ഒരു ആഗ്രഹ ശുശ്രൂഷകളുടെ വലിയ സ്ഥാപനമായി ആളുകൾ വീണ്ടും വളർന്നു വന്നിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയിക്കും. ഇപ്പം ശാസ്ത്ര സാങ്കേതികതയിൽ വലിയ മാറ്റമുണ്ട്. ഇപ്പോൾ സാങ്കേതിക വൈദ്യുതിയുടെ പശ്ചാത്തലത്തിൽ നൂതനമായ മെഡിക്കൽ സയൻസ് അതിനുള്ള സാങ്കേതികമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം ഓർത്തെടുത്തിക്കൊണ്ട് ജർമ്മനി അതുപോലെ തന്നെ UK വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും ഏർലി സ്റ്റേജ് മെഡിസിൻസ് അതാണ് ഇതിൻ്റെ മറ്റൊരു സവിശേഷത. തീർച്ചയായിട്ടും സാധാരണക്കാരായ ആൾക്കാർക്ക് ക്യാൻസർ ചികിത്സാ മേഖലയിൽ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും അത് മിതമായ രീതിയിൽ വൈവിധ്യമാർന്നിട്ടുള്ള നല്ല നൂതനമായ ചികിത്സാ സൗകര്യം ലഭ്യമാക്കി കൊടുക്കാൻ അതിൻ്റെ പിതാവ് കാണിച്ച ഒരു താല്പര്യത്തിൻ്റെയും സ്പർശമാണ് ഈ മാനസിക ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്റർ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പിതാവിനോടും അതോടൊപ്പം ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇതിലൊക്കെ നേതൃത്വപരമായ പങ്കാളിത്തം വഹിക്കുന്ന തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ചു. അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ട് ഇരിക്കുന്ന കല്ലൂരിക്കൽ അച്ഛനെയും ഈരങ്കര അച്ഛനെയും എൻ്റെ ഡയറക്ടേഴ്സ് അവരുടെ നിരന്തരമായ പരിശ്രമം സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിന് എത്രമാത്രം അനുയോജ്യമാണെന്ന് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. വളരെ ചുരുങ്ങിയ കാലഘട്ടമാണ്. വലിയ ബുദ്ധിമുട്ടാണ് സ്ഥാപനം മുന്നോട്ട് പോകാൻ. പക്ഷേ അതിലേക്ക് അതിജീവിക്കാനുള്ള ശക്തിയും നൽകിയ സർവശക്തനായ ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഏറെ സന്തോഷത്തോടു കൂടി ഫലമാകാൻ കഴിയുന്നുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് അതിൽ ഞാൻ അല്ലനായിട്ട് പിതാവിൻ്റെ ദീർഘവീക്ഷണത്തിന് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വേണ്ടി അടയാളപ്പെട്ടായി ഭാവിയിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും. ഇത് മെഡിക്കൽ കോളേജ് എന്നുള്ളത് സംശയമില്ല. ഇനി ഇതിന് ആവശ്യം വേണ്ടത് ആ ബോർഡ് എഴുതി വെച്ചാൽ മാത്രമല്ല. അതിനുള്ള എല്ലാ സജ്ജീകരണം പൂർത്തിയായ ഒരു ആശുപത്രി കേരളത്തിലുണ്ടെങ്കിൽ അത് മാസ്ലീവ ആശുപത്രിയാണ് എന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും. പിതാവിന് എല്ലാ നന്മകളും നേരിടുന്നു എന്ന് നാം സ്വീകരിക്കുന്നു. നമസ്കാരം. പ്രഭാഷണം നിർവഹിക്കുവാൻ ശംഷാബാദ് അതിരൂപതയുടെ സഹായകർത്താനായ ജോസഫ് വെള്ളപ്പള്ളി പിതാവിനെ അതിരൂപം ക്ഷണിക്കുന്നു. സഭയുടെ വിദ്യാഭ്യാസം അതിന് തെലങ്കാനയിലാണ് ബഹുമാനപ്പെട്ട മന്ത്രി വാസവൻ, മന്ത്രി റോഷി അഗസ്റ്റിൻ, മാർസേവ ഹോസ്പിറ്റലിന്റെ MD ഡോക്ടർ ജോസഫ് കനിയോടി, ഈ പദ്ധതിയുടെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാന ആളായ ബഹുമാനപ്പെട്ട ജോസ് ഹീരൻ, പല പ്രോട്ടോസിൻഡലസായ ബഹുമാനപ്പെട്ട കടത്തിലച്ചൻ, സ്റ്റേജിലും ഓഫ് സ്റ്റേജിലും ആയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സ്നേഹമുള്ളവരെ, പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ മാസ്ലിക റിസർച്ച് സെന്ററിന്റെ ബ്ലെസ്സിങ്ങിലും ഇനാഗുറേഷൻ പങ്കെടുക്കുകയാണ്.
എന്നെ ഇവിടെ വിളിച്ചിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് കേരളത്തിന് പുറത്തുള്ള രോഗികളുടെ പ്രതിനിധി അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് പ്രവർത്തിക്കുന്നവരുടെ ഒരു പ്രതിനിധിയാണ്. ഞങ്ങളുടെ കേരളത്തിന് പുറത്തുള്ള വ്യക്തികൾ മിക്കവാറും കേരളത്തിലുള്ള ഹോസ്പിറ്റൽ സന്ദർശിച്ചതിന് ശേഷം കണക്ക് പറയാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ വന്നതിന് ശേഷം വളരെ കൃത്യമായിട്ടുള്ള പരിചരണം അവർക്ക് ലഭിക്കുന്നു. അവരുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നു. അതിന് പ്രത്യേകം ഇവിടെ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടേഴ്സിനെയും പിന്നെ പ്രവർത്തിക്കുന്ന നഴ്സ് ബാക്കിയുള്ളവരെല്ലാവരും പ്രത്യേകം ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പിന്നെ കലവങ്ങാട്ടിൽ രാവിലെ വാസ്തവത്തിലൊന്നുമില്ലാത്തൊരു സ്ഥലത്ത് തുടങ്ങാനുള്ള വലിയ നിശ്ചയദാർഢ്യം, ഇമാജിനേഷൻ അങ്ങേയറ്റം അഭിനന്ദനാണ്. ഇന്നത്തെ ഈ ക്യാൻസർ സെന്റർ ഉദ്ഘാടനം ചെയ്തത് ഞാൻ ഐസിയാസിന്റെ പുസ്തകത്തിലുള്ള പ്രവാചകന്റെ പുസ്തകത്തിൽ 38-ാം അധ്യായം 1-ാമത്തെ തിരുവചനം ഞാൻ ഓർമ്മിക്കുകയാണ്. അതിതാണ് യൂദയുടെ രാജാവായ ഹെസ്ക്കിയ രോഗിയാകുകയും മരണത്തോട് അടുക്കുകയും ചെയ്തു. വീണ്ടും 38 3-ാമത്തെ തിരുവചനം ഇങ്ങനെയാകുമ്പോൾ അവൻ വേദനയോടെ കരഞ്ഞു. വീണ്ടും അങ്ങനെ ഒരു രാജാവ് രോഗിയായ വേദനയോടെ കരയുന്ന രോഗിയാണെങ്കിൽ രാജാവാണെങ്കിൽ സാധാരണക്കാരനാണെങ്കിൽ കരഞ്ഞു. എന്നാൽ അതേ സമയത്ത് 21-ാമത്തെ തിരുവചനത്തിൽ ഒരു കാര്യം പറയുന്നത് ഇങ്ങനെയാണ്. ദൈവം ഐസിയാസിനോട് പറഞ്ഞു, പ്രവാചകൻ നീ അവന് സുഖം പ്രാപിക്കേണ്ടതിന് ഒരത്തിയെടുത്ത് അവന്റെ പരുവിൽ പഠിക്കുക. ഈ പരു എന്ന് പറയുന്നത് ക്യാൻസർ എന്ന് ഞാൻ പഠിക്കുന്നു. അപ്പോൾ വാസ്തവത്തിൽ ദൈവത്തിന്റെ ഒരു കരം കൊണ്ട് മരുന്ന് പറഞ്ഞുകൊണ്ടാണ് സുഖപ്പെടുത്താൻ. ഇങ്ങനെ കരയുന്ന ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുന്ന വാസ്തവത്തിൽ അവരെ ദൈവത്തിന്റെ ശുശ്രൂഷയിലേക്ക് ഏൽപ്പിക്കുന്ന ഒരു കർമ്മമാണല്ലോ നടക്കുന്നത്. വീണ്ടും സങ്കീർത്തനം 56 പറയുന്നുണ്ട്, നിന്റെ കണ്ണീരെല്ലാം ഒത്തിരി ഞാൻ ശേഖരിച്ചു. വാസ്തവത്തില് ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരും സ്റ്റാഫും എല്ലാം അറിയാതെ തന്നെ തമ്പുരാൻ കണ്ണീരില് കുപ്പിയില് കണ്ണീരില്